Hello my dear students, myself Ajita Kumari and നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിലെ +2 മൈക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ മൈക്രോയിൽ നിന്നും അതേപോലെ തന്നെ മാക്രോയിൽ നിന്നും 2 ചാപ്റ്റേഴ്സിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ഏകദേശം 24ഓളം ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്, അതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ TP, MP, AP, MC. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, ദെൻ മാർജിനൽ കോസ്റ്റ്. ഇത് മാത്രമാണ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? MC ആണ്. ദെൻ ദി നെക്സ്റ്റ് വൺ TVC, TFC, LAC, AFC. ഓക്കെ, ഇതിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ദെൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഉണ്ട്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഇത് മാത്രമാണ് ലോങ് റണ്ണിൽ വരുന്ന കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ് ഇവിടെ LAC ഓഡ് വൺ ആയിട്ട് വരുന്നത്. ദെൻ AFC, MRC, SMC, MPP. ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നത് ഏതാണ്? AFC ആണ്. സോ AFC എന്ന് പറയുന്ന അതിൻ്റെ ഷേപ്പ് ഏതാണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് ഇതിലെ AFCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. IRS, CRS, DRS, LAC. ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതായിരിക്കും ഇതിലെ ഓഡ് വൺ ഔട്ട്? LAC ആയിരിക്കും. ദാറ്റ് ഈസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഇത് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത് ഏതാണ്? LAC ആണ്. ഓക്കെ, ദെൻ ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ്, റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഏതാണ് ഓഡ് വൺ ഔട്ടായിട്ട് വരുന്നത്? ദാറ്റ് ഈസ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഒരു ഇക്വേഷൻ റിലേറ്റഡ് ആണ്. AC = TC/Q, AFC = TFC/Q, AVC = MC/Q. അപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ഏതാണ് ഇവിടെ ആൻസർ തെറ്റായിട്ടുള്ളത്. AVC = MC/Q എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. വേജസ് ഫോർ ഓൺ ലേബർ, ദെൻ റെൻറ്റ് on land, increase on capital, energy cost. ഇതിലെ എനർജി കോസ്റ്റ് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഓൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് വരുന്നിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ദി ഡാഷ് റൺ ഓൾ ഇൻപുട്സ് ക്യാൻ ബി വാരീഡ്. ഓക്കെ, ഒരു ലോങ് റണ്ണിലാവുന്ന സമയത്ത് നമുക്ക് എല്ലാ ഇൻപുട്സിനെയും എന്ത് ചെയ്യാൻ സാധിക്കും? മാറ്റാൻ സാധിക്കും. ലോങ് റണ്ണിലാണ് എല്ലാ ഇൻപുട്സും വാരി ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ TP റൈസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, MP എന്ത് സംഭവിക്കും? TP കൂടുന്ന സമയത്ത് MP കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. വെൻ TP റൈസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, MP ഈസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ റൈസിങ്. Then the next question, addition to the total product is. ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം എന്തായി മാറും? സോ മാർജിനൽ പ്രൊഡക്റ്റായി മാറും. എന്ത് മാറ്റം വരുത്തിയോ അതാണ് MPയിൽ വരുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഷോർട്ട് റൺ ഡാഷ് ഇൻപുട്സ് ആർ വാരീഡ്. ഷോർട്ട് റണ്ണിലെ സം ഇൻപുട്സ് മാത്രമേ വാരി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലോങ് റണ്ണിലാണെങ്കിലോ സോ മെജോറിറ്റി വരുന്ന ഇൻപുട്സ് എല്ലാം നമുക്ക് വാരി ചെയ്യാൻ സാധിക്കും. Okay, then TFC is equal to AFC into dash. AFC into Q ആണ് ആൻസർ. Okay, then the next question, if alpha plus beta is equal to 1, then the Cobb-Douglas production function is. സോ നമുക്കൊരു കാര്യം അറിയാം, ആൽഫ പ്ലസ് ബീറ്റ 1 ആണെന്നുണ്ടെങ്കിൽ, ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, CRS ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണേ മക്കളെ. TP at 5th unit of labor is 96. TP at 6th unit of labor is 98. Then MP is, ഇത് തമ്മിലുള്ള ചേഞ്ച്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എത്രത്തോളം മാറ്റമാണ് ഉണ്ടായത്? ദറ്റ് ഈസ് 2. 96ഉം 98. ദറ്റ് ഈസ് 2. ഓക്കെ, സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് കണ്ടെത്താനാണ്. ആവറേജ് പ്രൊഡക്റ്റിൻ്റെ കർവ് U-ഷേപ്പ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് കേട്ടോ. നമുക്ക് ഡിഫറെൻറ്റ് കർവുകളുടെ ഷേപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
സോ നമുക്ക് അത് നോക്കാം അടുത്ത ക്ലാസ്സുകളിൽ. ഓക്കെ, സോ ദ മിനിമം പോയിന്റ് ഓഫ് ABC ലൈസ് അറ്റ് ദി റൈറ്റ് ഓഫ് ദി മിനിമം പോയിന്റ് ഓഫ് AC. മിനിമം പോയിന്റ് ഓഫ് ABC എന്ന് പറയുന്നത് ലൈസ് അറ്റ് ദി റൈറ്റ് ഓഫ് ദി മിനിമം പോയിന്റ് ഓഫ് AC. ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അത് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മാപ്പിൻ്റെ ഏരിയാസ് അല്ലെങ്കിൽ ആ ഗ്രാഫിക്കൽ പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആസ് AC റൈസസ് MC ഈസ് ഗ്രേറ്റർ ദാൻ AC. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. AC റൈസ് ചെയ്യുന്ന സമയത്ത് MC ആയിരിക്കും ACയെക്കാളും വലുത് അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ദെൻ MC ഈസ് അൺഡിഫൈൻഡ് അറ്റ് 0 ലെവൽ ഓഫ് ഔട്ട്പുട്ട്. 0 ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ MC എന്ന് പറയുന്നത് എന്താണ്? അൺഡിഫൈൻഡ് ആണ്. ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ മെജോറിറ്റി നമുക്ക് പബ്ലിക് എക്സാമിന് വരുന്നതെല്ലാം ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓഡ് വൺ ഔട്ട് ആയിക്കോട്ടെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിക്കോട്ടെ, ട്രൂ ഓർ ഫാൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, MCQs എല്ലാം എന്താണ്, ഈ എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും എക്സാമിന് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ സെറ്റ് ഓഫ് all possible combinations of the two inputs that yield the same level of output is isocont, indifference curve, PPC, isocost line. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എ സെറ്റ് ഓഫ് all possible combinations of the two inputs that yield the same level of output. സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തരുന്ന രണ്ട് ഇൻപുട്സിൻ്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസിൻ്റെ സെറ്റിനെയും എന്താ നമ്മൾ പറയുന്നത്? ഐസോക്വാണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. AC ഇസ് ദ സം ഓഫ് AFC ആൻഡ് AFCയുടെയും മറ്റെന്തിൻ്റെയും സമ്മാണ് AC എന്ന് പറയുന്നത്. സോ MC തന്നിട്ടുണ്ട്, AC തന്നിട്ടുണ്ട്, TVC തന്നിട്ടുണ്ട്, ABC തന്നിട്ടുണ്ട്. AFCയുടെയും AVCയുടെയും സമ്മാണ് എന്ത്? AC എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഷേപ്പ് ഓഫ് AFC കർവ് ഈസ്. AFC കർവിൻ്റെ ഷേപ്പ് ഏതാണ്? ഇത് നമുക്ക് എല്ലാ തവണ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. AFC കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഒരേ ഒരു കോസ്റ്റിൻ്റെ കർവിന് മാത്രമേ ഈ ഒരു ഷേപ്പ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്തോളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഇൻപുട്ട് ഈസ് ഡബിൾ ആൻഡ് ഔട്ട്പുട്ട് ബിക്കംസ് ഡബിൾ. ഓക്കെ, ഇൻപുട്ട് ഡബിൾ ചെയ്ത സമയത്ത് ഔട്ട്പുട്ടും ഡബിൾ ആയെങ്കിൽ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എന്താണെന്നാണ് പറയുക? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. IRS അല്ല, DRS അല്ല, നൺ അല്ല, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് പറയുന്നത്. Okay, so the next question. Alpha plus beta greater than 1 in the Cobb-Douglas production function exhibits IRS, CRS, DRS, none. അപ്പോൾ ഇവിടെ ആലോചിക്കണം. നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ CRS ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ IRS ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൾ ദി ഫോളോയിങ് കർവ്സ് ആർ യു ഷേപ്ഡ് എക്സെപ്റ്റ്. ഒരു കർവ് ഒഴിച്ച് ബാക്കിയെല്ലാം യു ഷേപ്ഡ് കർവാണെന്നാണ് പറയുന്നത്. AVC കർവ് യു ഷേപ്പാണ്, AC കർവ് യു ഷേപ്പാണ്, MC കർവ് യു ഷേപ്പാണ്. പക്ഷേ AFC കർവ് മാത്രം യു ഷേപ്പ് അല്ല. അതിൻ്റെ ഷേപ്പ് എന്താ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിരുന്നു. ഏതാണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് അല്ലേ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കർവുകളുടെയൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഇതെന്താണെന്നുള്ളത് ഗ്രാഫിക്കൽ പാർട്ടിൽ നോക്കുക വേണ്ടു. അപ്പോൾ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കർവ് റിലേറ്റഡ് ആയിട്ടും ഈ പറയുന്ന ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസും എല്ലാം നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 24ഓളം ക്വസ്റ്റ്യൻസ് സെറ്റായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബോർഡ് എക്സാം പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഷുവറായിട്ട് നമുക്കൊരു 2 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സ്റ്റഡിയിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.